Hi friends, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Moto One Fusion Plusന്റെ Pubg ഗെയിമിംഗ് റിവ്യൂ ആണ്. 17500 രൂപയ്ക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു ഡിവൈസ് ആണ്. ഈ ഒരു ഡിവൈസിന്റെ Pubg ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഒരുവിധം നല്ല ഗെയിമിംഗ് സെറ്റിംഗ്സിൽ തന്നെ ഡിഫോൾട്ട് സെറ്റിംഗ്സിൽ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. HD ഗ്രാഫിക്സ് ഹൈ ഫ്രെയിം റേറ്റിലൊക്കെയാണ് നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഡിവൈസിന്റെ Pubg ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു ഡിവൈസിന് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഇതിൻ്റെ ഒരു ലോ ഹീറ്റിംഗ് ഇഷ്യൂ ആണ്. നമുക്ക് കാര്യമായിട്ട് ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഈ ഒരു ഡിവൈസിന് ഇല്ല. അപ്പോൾ എന്തായാലും നമുക്കിനി Pubg കളിച്ചു നോക്കാം. ഗെയിം കളിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ബാറ്ററി ലെവൽ 68%, ടെമ്പറേച്ചർ 31 ഡിഗ്രി. Moto One Fusion Plusൽ Pubg ഡിഫോൾട്ട് സെറ്റിംഗ്സ് വരുന്നത് HD ഗ്രാഫിക്സ് ലെവൽ ഹൈ ഫ്രെയിം റേറ്റ് ലെവലാണ്. നമ്മളിപ്പോൾ കളിച്ചു നോക്കാൻ പോകുന്നതും ഡിഫോൾട്ട് സെറ്റിംഗ്സിലാണ്. HDR ഗ്രാഫിക്സ് ലെവലൊന്നും നമുക്കിപ്പോൾ നിലവിൽ ഈ ഡിവൈസിൽ ഓപ്ഷൻസ് അവൈലബിൾ അല്ല. Moto One Fusion Plusൽ പവർഫുള്ളായിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 730G പ്രോസസ്സറാണ് വരുന്നത്. 18 വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ഈ ഒരു ഡിവൈസിൽ സപ്പോർട്ടഡ് ആണ്. അതുപോലെ തന്നെ 5000 mAhന്റെ ബാറ്ററിയും Adreno 618 GPUം നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ഗെയിമിംഗ് ഡിവൈസിനുള്ള സ്പെക്കായിട്ടാണ് ഈ ഒരു Moto One Fusion Plus ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ മാർക്കറ്റിൽ ഈ ഒരു റേഞ്ചിൽ അവൈലബിൾ ആയിട്ടുള്ള പോക്കോ X2ലൊക്കെ നമുക്ക് 27 വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ ഒരു ഡിവൈസിൽ 18 വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. സെയിം ബഡ്ജറ്റിലുള്ള ഡിവൈസുകൾ തന്നെയാണ്. നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ Pubg Moto One Fusion Plusൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള ഫ്രെയിം ഡ്രോപ്സ് ഒന്നുമില്ല. ഗെയിം കളിക്കുന്നതിനിടയിൽ അപൂർവം ചില ഫ്രെയിം ഡ്രോപ്സുകൾ മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അതൊന്നും ഗെയിമിംഗ് എക്സ്പീരിയൻസ് കളയുന്ന രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സ് ഒന്നുമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ലൊരു ഗെയിമിംഗ് ഡിവൈസ് തന്നെയാണ് Moto One Fusion Plus. സിക്സ് 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് Moto One Fusion Plusൽ വരുന്നത്. അതും നമുക്ക് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തരുന്നുണ്ട്. പക്ഷേ നമുക്ക് സാംസങ്ങിൻ്റെ M31 ആണെങ്കിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കും. അതെന്തായാലും ആ ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് എന്തായാലും നമ്മൾ ഇപ്പോൾ M31 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാംസങ് M31 നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പ്രത്യേകിച്ച് AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ. പിന്നെ നമുക്ക് ഈ ഒരു ഡിവൈസിൽ ഏറ്റവും പോസിറ്റീവായിട്ട് കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഹീറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം തീർച്ചയായിട്ടും നല്ലൊരു കൂളിംഗ്
ടെക്നോളജി ഈ ഒരു മോട്ടോ വൺ ഫ്യൂഷൻ പ്ലസ് എന്ന ഡിവൈസിലുണ്ട്. കാരണം മറ്റ് ബ്രാൻഡുകളുടെ ഡിവൈസുകളൊക്കെ നമ്മൾ റിയൽമി, റെഡ്മി, സാംസങ് ഡിവൈസുകളിലൊക്കെ നമ്മൾ എബവ് 39 മാക്സിമം 42 വരെയൊക്കെ ഫോൺ ഹീറ്റ് ആവാറുണ്ട്. നമ്മൾ റൂം ടെമ്പറേച്ചർ എല്ലാ ഫോണുകൾ കളിക്കുമ്പോൾ 27 ഡിഗ്രിയാണ് നമ്മൾ ഫിക്സ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ ലെവലിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡിവൈസ് അത്രയ്ക്കും അങ്ങോട്ട് ഹീറ്റിംഗ് ഒന്നും കാണിക്കുന്നില്ല. അത് തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. മോട്ടോ വൺ ഫ്യൂഷൻ പ്ലസ് ഓൺലൈൻ സെയിൽ പ്രൈസ് വരുന്നത് 17,499 രൂപയാണ്. 2 കളർ വേരിയൻസിലാണ് നമുക്ക് ലഭിക്കുന്നത്. ബ്ലൂ അതുപോലെ തന്നെ വൈറ്റ് കളർ മോഡൽസാണ് ലഭിക്കുക. അതുപോലെ തന്നെ 6GB റാം 128GB ഇൻറ്റേർണൽ വേരിയൻസ് ആണ്. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ എക്സ്ട്രാ ഓർഡിനറി ഗെയിമിംഗ് ഡിവൈസ് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ഗെയിം കളിച്ചു. ഇപ്പോഴത്തെ നമ്മുടെ ഡിവൈസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 35.5 ഡിഗ്രിയാണ്. മാക്സിമം 36 ഡിഗ്രിയാണ് ഈ ഒരു ഡിവൈസിൽ നമ്മൾ 27 ഡിഗ്രി റൂം ടെമ്പറേച്ചറിൽ നമ്മൾ ഗെയിം കളിക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ബാറ്ററി ലെവൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 62% ആണ്. ഏകദേശം 6% ചാർജാണ് ഒരു 30 മിനിറ്റ്സ് നമ്മൾ കളിക്കുമ്പോൾ കൺസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.